എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെ വേണോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഉണങ്ങിയ തേങ്ങയാണ്. കുറച്ച് കാന്താരി മുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിന, കുറച്ച് കറിവേപ്പില എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എടുത്തു വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും അരിഞ്ഞ് വെച്ച ചക്കക്കുരുവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. എത്രത്തോളം വഴറ്റിയെടുക്കുക അത്രയും ടേസ്റ്റ് ആയിരിക്കും. തീരെയും വെള്ളം ചേർക്കാതെ വേണം ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിലേക്ക് കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ആ ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞ് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് അധികമായിട്ട് വേണമെന്നുള്ളവർക്ക് 2 സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എല്ലാം ഇപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും പൊടിക്കുക. നമ്മൾ പൊടിക്കും തോറും ഇത് നല്ല കുഴഞ്ഞ് വരും. സാധാരണ കല്ലിലൊക്കെ അരച്ച് ഉരുട്ടിയെടുക്കുന്നത് പോലെ നമ്മൾ മിക്സിയിൽ അടിക്കും തോറും അത് ഉരുണ്ട് വരുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ ആ എടുത്തു വെച്ച പുതിനയും കൂടി ഇട്ട് ഒന്നും കൂടി അരയ്ക്കുക. ഇപ്പം നല്ലപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം കണക്കാണോ എന്നൊന്ന് നോക്കുക. പോരെങ്കിൽ വീണ്ടും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം പാകത്തിനുള്ള അരവായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ചോറിനോടൊപ്പവും ഇഡ്ഡലി, ദോശ എന്നിവയ്ക്കൊപ്പം എല്ലാം ഈ ചമ്മന്തി നല്ല ടേസ്റ്റായിരിക്കും. ചക്കക്കുരുവും മറ്റുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ എണ്ണയിലൊന്ന് വരട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.